ഇന്ന് നമുക്ക് ഒപ്പം അതിഥി ഇട്ടിരിക്കുന്ന ആളിനെ ഒന്നും പറയാതെ വെറുതെ പേര് പറഞ്ഞാൽ മാത്രം മതി, അത്രയധികം സുപരിചിതനായ നമുക്കൊക്കെയും അറിയാം, നമുക്കൊക്കെയും പ്രിയപ്പെട്ട ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി എത്തിയിരിക്കുന്നത്. മറ്റാരുമല്ല, നേമത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശബരിനാഥൻ. ശബരിനാഥനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ ശബരിനാഥൻ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഓ ഫൈൻ ഫൈൻ. അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ. ഓ താങ്ക് യു, താങ്ക് യു. പ്രചാരണം തുടങ്ങിയോ? തുടങ്ങി. രാവിലെ ഭവന സന്ദർശനമാണ്. ഇന്ന് നമ്മുടെ കാലടി വാർഡിലാണ്. അപ്പോൾ രാവിലെ മുതൽക്ക് വീടുകൾ കയറി ജംഗ്ഷൻ വിസിറ്റ് കഴിഞ്ഞ് അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടി നമ്മുടെ ഒരു പ്രവർത്തകയുടെ വീട്ടിലാണ്. അവിടെ എല്ലാ പ്രവർത്തകരും ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ളത്. ഓ ശരി, പെട്ടെന്ന് ബ്രേക്കല്ല, അവിടെ ആൾക്കാരൊക്കെ വളരെ വയലന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ 10 മിനിറ്റ് നിങ്ങളോട് ഏറ്റ കാര്യം സംസാരിച്ചിട്ട് പോകാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ക്യാമറക്ക് അപ്പുറത്തിരുന്ന് എല്ലാവരും വരൂ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പെട്ടെന്ന് വിട്ടേക്കാം. ശ്രീ ശബരിനാഥൻ, പ്രചാരണമൊക്കെ തുടങ്ങി 2-3 ദിവസമായിട്ട് മണ്ഡലത്തിൽ സജീവമാണ്. പിന്നെ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് ശബരിനാഥന് പ്രത്യേകിച്ച് ഒരു ഇൻട്രോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇറങ്ങിച്ചെന്ന് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ തക്കവണ്ണം എല്ലാവരെയും അറിയാവുന്ന ആ നാട്ടിൽ വളരെ സുപരിചിതനാണ് ശബരി. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ടാസ്കായി മാറില്ല. എന്താ പ്രചാരണ വിഷയം? വികസനം തന്നെയാണോ? തീർച്ചയായിട്ടും നിയമത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വികസനം പറയേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം നമ്മൾ യഥാർത്ഥ കേരള സ്റ്റോറി ഈ ലോകത്തിനെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. മറ്റു മട്ടുകളിൽ നിന്നുള്ള വ്യത്യസ്തത നിയമത്തിലേക്കുള്ളതെന്ന് വെച്ചാൽ വലിയ സംശയങ്ങൾ, വലിയ അപവാദ പ്രചരണങ്ങൾ നിയമത്തെക്കുറിച്ചൊക്കെയുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളൊരു സാധാരണ മലയാളിയുടെ ഒരു ദൗത്യം കൂടി എനിക്കുണ്ട്. എനിക്ക് ഈ ഒരു നിയോഗം എൻ്റെ പാർട്ടി നൽകുമ്പോൾ, മുന്നണി നൽകുമ്പോൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചതും തീർച്ചയായിട്ടും ഒരു മണ്ഡലത്തിൽ വിജയിക്കുക എന്നതിനപ്പുറമുള്ള ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തിനപ്പുറം ഒരു വലിയ പൊതുബോധം സൃഷ്ടിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ആവശ്യത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് നിൽക്കുന്നത്. നിയമത്ത് തീർച്ചയായിട്ടും മതനിരപേക്ഷത കേരളത്തിൻ്റെ യഥാർത്ഥ പരിച്ഛേദമാണ് നിയമം എന്നുള്ളത് വീണ്ടും തെളിയിക്കണം. അതോടൊപ്പം നഗരത്തിൻ്റെ ഭാഗമാണെങ്കിലും നഗരത്തിൻ്റെ ഒരു ചടുലതയും ഗ്രാമീണ വശ്യതയും ഒക്കെയുള്ള പ്രദേശത്തേക്ക് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. ശ്രീ ശബരിനാഥൻ, ഇപ്പം വി ശിവൻകുടി തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിച്ച് വരുന്ന മണ്ഡലമാണ്. മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ടേമിൽ മന്ത്രി കൂടിയായിരുന്നു. അപ്പം നേമത്ത് ഇനിയും ചിലയിടങ്ങളിലൊക്കെ വികസനം എത്താനുണ്ട്. അങ്ങനെ ഒരു തോന്നലുണ്ടോ അങ്ങക്ക്? തീർച്ചയായിട്ടും വികസനം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. മന്ത്രിയായിരുന്നു അദ്ദേഹം തന്നെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ്, ആ റോഡ് ഒരു 11 വർഷത്തിന് ശേഷം ഇപ്പോൾ ഇലക്ഷൻ്റെ സമയത്താണ് അതിൻ്റെ ടാറിങ് എത്രയോ കാലം ഞാനടക്കം സമരം ചെയ്ത് അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുന്നത്. അദ്ദേഹത്തിന് പറഞ്ഞിരുന്നു, നമ്മൾ സംസാരിക്കുന്നത് വികസനത്തെക്കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചുമാണ്. വ്യക്തിപരമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മളില്ല. അദ്ദേഹം MLA ആയിരുന്നു. നിങ്ങൾ നിയമത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, വലിയ ആളുകൾ വിജയിച്ചിട്ടുമുണ്ട്, പരാജയപ്പെട്ടിട്ടുമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ തലമുതിർന്ന ആളുകൾ ജയിച്ചിട്ടുണ്ട്, തോൽവിയേറ്റിട്ടുണ്ട്. BJPയുടെ വലിയ നേതാക്കൾ തോറ്റിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ വലിയ നേതാക്കൾ ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുമുണ്ട്. അപ്പോൾ ആരുടെയും കുത്തകയല്ല നിയമം, ഒരു കണക്കാണ്, ഒരു അരിത്മെറ്റിക്കാണ്. ഒരു വോട്ട് കൂടുതൽ കിട്ടുന്ന ആൾ ജയിക്കും. അപ്പോൾ ത്രികോണ മത്സരം വരുമ്പോൾ ആ കൂടുതൽ കിട്ടാൻ പോകുന്നത് UDF സ്ഥാനാർത്ഥിക്കാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പിന്നെ ഉറപ്പായും ശ്രീ ശബരിനാഥൻ, ഇപ്പം അതിശക്തമായ ത്രികോണ പോരൊക്കെ, ഒരു എക്സാക്ട് ത്രികോണ പോരൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നിയമം. അതുകൊണ്ട് നിയമത്തിന് അത്രയേറെ പ്രാധാന്യം ഉണ്ട്. ഇപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത്, ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ സമയത്ത് തലസ്ഥാനത്ത് മത്സരിക്കുകയും കോൺഗ്രസിന് നേതൃത്വം നൽകുകയും ചെയ്ത ആളുകൂടിയാണല്ലോ അങ്ങ്. 17 BJP, 5 കോൺഗ്രസ്. ഇതാണ് നിലവിലെ സാഹചര്യം. അതൊരു വെല്ലുവിളിയായി തീരുമോ ഈ നിയമസഭയിലേക്ക് വരുമ്പോൾ? ഇല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞാനടക്കം മത്സരിക്കുമ്പോൾ, എന്നെ ഒരു മുഖമായി കാണിച്ചുകൊണ്ട് മത്സരിക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾ, പത്രപ്രവർത്തകരടക്കം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് ഒരു പ്രസക്തിയുമില്ല, BJPയും LDFും തമ്മിലാണ് പോരാട്ടം എന്ന് പറഞ്ഞു. അവസാന റിസൾട്ട് വന്നപ്പോൾ 20 സീറ്റുകൾ ഇന്ന് UDFനുണ്ട്. LDF 50-ൽ നിന്ന് 29-ലേക്ക് കൂപ്പുകുത്തി. BJPക്ക് സീറ്റുകൾ കൂടി അധികാരത്തിലെത്തി. അപ്പോൾ എങ്ങനെയാണോ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ തുടക്ക സമയത്ത് ഇവിടെ UDFനെ കൊണ്ട് കാര്യമില്ല എന്ന ആളുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ സൈലൻ്റായി നമ്മൾ 20 സീറ്റിൽ എത്തിയത്, അതിനേക്കാൾ ഉപരി ഇത്തവണ ഒരു പടിയായി നേമത്ത് UDF വിജയിക്കും നമുക്ക് ഉറപ്പാണ്. കൃത്യമായിട്ടുള്ള കാരണങ്ങൾ സഹിതമാണ് ഞാനത് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ടീം UDF 100 സീറ്റിൽ വിജയിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും പറയുന്നത്. അപ്പം തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണോ ടീം UDF? ഭരണത്തിലേക്ക് എത്തുമോ ശ്രീ ശബരിനാഥൻ?
തീർച്ചയായിട്ടും ടീം UDF ഭരണത്തിലേക്ക് എത്തും. അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ കേഡർ പാർട്ടികളുണ്ട്. ആലോചിച്ച് നോക്കൂ, അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടുള്ള പയ്യന്നൂരടക്കം, അല്ലെങ്കിൽ ഇവിടെ പ്രധാനപ്പെട്ട മണ്ഡലമായ തളിപ്പറമ്പിലടക്കം തന്നെ ആളുകൾ സ്വതന്ത്രമായി മത്സരിക്കുകയാണ്. LDF സ്വതന്ത്രന്മാരുടെ എണ്ണം നമുക്ക് തന്നെ LDFനെതിരെ റിബല മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം എല്ലാ ജില്ലയിൽ മിനിമം ഒരാളെന്നുള്ള അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ എന്ത് മൂല്യച്യുതിയാണ് LDFന് ഉണ്ടായിട്ടുള്ളത്? BJPയുടെയും കാര്യങ്ങൾ സമാനമാണ്. അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള VSDPക്ക് അടക്കം സീറ്റില്ലെങ്കിൽ നിയമത്തടക്കം മത്സരിക്കുന്നവർ പറയുകയാണ്. അപ്പോൾ UDFിനകത്തുള്ള അന്തഛിദ്രം, നിങ്ങൾ നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരായിട്ട് നല്ല ബന്ധമൊക്കെ ഉള്ളതുകൊണ്ടും ഇത് നമ്മുടെ ഒരു പാർട്ടി സ്ട്രക്ചർ, ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടും നിങ്ങളൊക്കെ ചർച്ച ചെയ്യും. പക്ഷെ അതിലും വലിയ തീക്ഷ്ണമായിട്ടുള്ള സംഘടനാ പ്രശ്നങ്ങൾ ഉരുക്കുകോട്ടയെന്ന് പറയുന്ന ഇടതുപക്ഷത്തിനുമുണ്ട്, BJPയിലും NDAയിലുമുണ്ട്. അതുകൊണ്ട് UDF വിജയിക്കും. ഒരു നല്ല ഭരണം ജനങ്ങൾക്ക് ജയിക്കുവാനുള്ള, UDF നയിക്കുവാനുള്ള നല്ല ഭരണം വരും. പുരോഗമനാശയങ്ങൾ പുരോഗമിച്ചുകൊണ്ട് പുതിയ കേരളം സൃഷ്ടിക്കാൻ, എൻ്റെയും നിങ്ങളുടെയൊക്കെ മക്കൾക്ക് ഈ നാട്ടിൽ ജീവിക്കുവാൻ, എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു കേരളം നമ്മൾ ഉണ്ടാക്കും. തിരുവനന്തപുരത്ത് നല്ല വിജയമുണ്ടാകും. ഇത്തവണ UDF മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈ ഉയർത്താൻ നേമത്ത് നിന്ന് ഒരു UDF MLA കൂടെ കാണും. ശ്രീ ശബരിനാഥൻ, ഇത്തവണ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങുമ്പോഴത്തേനും ഒരു കൗൺസിലർ കൂടിയാണ്. അപ്പം അത് കുറച്ചധികം നേട്ടമായി തീരുന്നുണ്ടോ? അതെ, ഞാൻ ഈ നഗരത്തിൽ ജനിച്ച് വളർന്ന് ഇവിടെ CVTയിൽ പഠിച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ 2 കാലങ്ങളായിട്ട് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ കൗൺസിലർ ആയത് ഒരു അഡീഷണൽ എക്സ്പീരിയൻസ് ആണ്. ഒരു MLA ഇരുന്ന് കാണുന്ന ഒരു വീക്ഷണകോണിലല്ല നമ്മൾ കൗൺസിലറായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ എല്ലാം കഴിഞ്ഞ് 11 മണിക്ക് കവടിയാറുള്ള നമ്മുടെ ഒരാളുടെ വീടിൻ്റെ പാലുകാച്ച് ഗൃഹപ്രവേശനമൊക്കെ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ കൗൺസിലറായിട്ടിരിക്കുന്ന കഴിഞ്ഞൊരു ചെറിയ 3-4 മാസം കൊണ്ട് ഒരു വലിയ ഗ്രൗണ്ട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, ഒരു MLA ആയി ഞാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നഗര കേന്ദ്രീകൃതമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ ഉള്ള ഒരു ലോകജ്ഞാനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറയുകയാണ്. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരുടെ വീടുകളിലേക്ക് എത്തി മാക്സിമം ഓടിയെത്താനാണ് ശ്രമം. സമയം കുറവുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. വളരെ ഷോർട്ട് പീരീഡിൽ പ്രഖ്യാപിച്ച ഒരു തിരഞ്ഞെടുപ്പാണല്ലോ. അപ്പം ഈ ഏറെക്കുറെ കവർ ചെയ്ത് കഴിഞ്ഞോ? കുറച്ചെങ്കിലും കവർ ചെയ്ത് കഴിയാൻ പറ്റിയോ? ഇല്ല, നമ്മൾ എല്ലായിടത്തും ഒരു റൗണ്ട് പോയി. ഇപ്പം നമ്മൾ വീടുകൾ സന്ദർശനമാണ്. വീടുകളിലേക്ക് നമ്മൾ രാവിലെയും കയറുകയാണ്. മാക്സിമം ആളുകളെ കാണുക. പിന്നെ ഇപ്പോൾ ഉത്സവങ്ങൾ, പിന്നെ ഇന്നലെ ചെറിയ പെരുന്നാളൊക്കെ ആയിരുന്നുകൊണ്ട് ഇനി ഞാൻ വെള്ളായണി ക്ഷേത്രത്തിലെ അവിടെ നിന്ന് ഉത്സവമാണ്, അപ്പം അങ്ങടേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളുകളെ മാക്സിമം കാണുക ഇൻ ദ നെക്സ്റ്റ് 15-20 ഡേയ്സ്. അതാണ് നമ്മുടെ ലക്ഷ്യം, ആളുകളുടെ ഹൃദയം കവരുക. എന്താ പറയണ, ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ എങ്ങനെ, സ്വീകരണമൊക്കെ എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ദൈവം സഹായിച്ച് എന്നെ എല്ലാവർക്കും പല കാരണങ്ങൾ കൊണ്ട് അറിയാം. ഒരു ചീത്ത പേരില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരുമല അടക്കം അച്ഛൻ്റെ പഴയ തിരുവനന്തപുരം നോർത്ത് മണ്ഡലമാണ്. പിന്നെ എൻ്റെ അമ്മ കരമന NSS കോളേജിൽ ദീർഘകാലം പ്രിൻസിപ്പളായിരുന്നു, ടീച്ചറായിരുന്നു. പോകുന്ന വീടുകളിലൊക്കെ സുരേ ടീച്ചറിന്റെ മോനല്ലേ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതെ, കരമന NSS കോളേജിൽ എത്രയോ വർഷം ഈ പ്രദേശത്തുള്ള അതെ, അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഈ കൊച്ചായിരുന്നപ്പം, ഇപ്പം എൻ്റെ മോൻ്റെ പ്രായമൊക്കെ ഉള്ളപ്പോഴേ അമ്മയുടെ കൂടെ വൈകിട്ട് കരമന വിമൻസ് കോളേജിൽ ഒരുപക്ഷെ പഠിച്ചിട്ടുള്ള ഏക പുരുഷൻ ഞാനായിരിക്കും. കാരണം കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ ക്ലാസ്സിൽ പോവും, അവിടെ ചേച്ചിമാരുടെ കൂടെ ഒക്കെ ഇരിക്കും. അപ്പോൾ പല വീട്ടിൽ പോകുമ്പോൾ അന്ന് കൊച്ചായിട്ട് ശബരി നമ്മളോട് ക്ലാസ് ചെയ്തിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗ്യമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു നിലപാട്, നമ്മൾ പറയുന്ന രാഷ്ട്രീയവും വ്യക്തിഹത്യക്ക് നമ്മളില്ല, നിലപാട് പറഞ്ഞ് രാഷ്ട്രീയം ഞാൻ എടുത്തു വളർത്തിയ കൊച്ചാണ് ദേ ഇപ്പൊ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരികയാണ്, നിനക്ക് തന്നെ വോട്ട്, ആ രീതിയിലൊക്കെ തന്നെയാണോ? അതെ, പലരും പറയുന്നുണ്ട് പണ്ട് വീട്ടിൽ വന്നപ്പോൾ ഇത്രയായിരുന്നു, ഇപ്പൊ ഇത്രയായിരുന്നു. അല്ല, ആ ഒരു സ്നേഹബന്ധമാണല്ലോ. ശ്രീ ശബരിനാഥൻ, അപ്പൊ സമയപരിമിതി എനിക്കറിയാം, അപ്പൊ അതുകൊണ്ട് എന്തോ എന്തായിരുന്നു ശ്രീ ശബരിനാഥൻ? ഒന്നുമില്ല, ഞാനപ്പോ ഒന്ന് ഇറങ്ങട്ടെ. ഓ ശരി ശരി ശരി. അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. എല്ലാവിധ ഇറങ്ങുകയാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരുടെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് അറിയുന്ന പോലെ അതിശക്തമായ ത്രികോണപ്പോര് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ ഈ നേമം എന്ന് പറയുന്നത്. അപ്പം ശബരിനാഥൻ അദ്ദേഹം അവിടുത്തെ പ്രചാരണങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുകയായിരുന്നു. എല്ലാവിധ വിജയാശംസകൾ നമുക്ക് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആശംസിക്കാം.